സൗദി ജയിലിൽ കഴിയുന്ന മലയാളി യുവാവ് റഹീമിന്റെ മോചനം ഇനി ചില പ്രൊസീജിയറുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ സൗദിയിൽ നിന്നുള്ള എക്സിറ്റ് അടിച്ചിരിക്കുന്നു. ഇനി നാട്ടിലേക്ക് എപ്പോൾ വരാനാകുമെന്ന കാര്യങ്ങളൊക്കെ തന്നെ റഹീം നിയമ സഹായ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള അഷ്റഫ് വേങ്ങാട്ട് തന്നെ നമ്മളോട് പറയും. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രൊസീജിയറുകളാണ് നടക്കാനുള്ളത്? ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു, ഒപ്പം എക്സിറ്റ് അടിച്ചു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സാങ്കേതികമായ മറ്റ് നടപടികൾ പൂർത്തിയാക്കി യാത്രാരേഖകൾ ശരിയാക്കി അതിനുശേഷമാണ് നാട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര ഉണ്ടാവുക. അപ്പോൾ അതിന് നാളെ നമുക്ക് എപ്പോഴാണത് കഴിയുക എന്നുള്ളത് ഒരു നിശ്ചിത സമയം ഉറപ്പ് പറയാൻ കഴിയില്ല. ഇതിനുവേണ്ടി റിയാദിലെ നിയമസഹായ സമിതി അക്ഷീണം യത്നിക്കുന്നുണ്ട്. അവരും അതുപോലെ തന്നെ റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള സിദ്ദീഖ് തുവൂരും ഈ കാര്യങ്ങളിൽ വളരെ സജീവമായി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇനി ഒട്ടും വൈകാതെ തന്നെ എത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ ഈ ബലിപെരുന്നാളിന് ഉമ്മയുടെ അടുത്ത് പ്രിയപ്പെട്ട റഹീം എത്തണം എന്നായിരുന്നു. പക്ഷേ റഹീമിൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച ദുൽഹജ്ജ് 3-നാണ് 20 വർഷം പൂർത്തിയായി റഹീമിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈദ് ഹോളിഡേയ്സ് ആരംഭിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ റഹീമിനെ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നും നമ്മൾ എക്സിറ്റ് അടിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്കില്ലായിരുന്നു. എങ്കിലും നമുക്കത് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ അത് കിട്ടി. അമ്മയുടെ കണ്ണീര് എത്രയും പെട്ടെന്ന് മകൻ നാട്ടിലെത്തണമെന്നുള്ള ഉമ്മാൻ്റെ കണ്ണീരിനുള്ള ഒരു വില റിയാദിലെ മലയാളി സമൂഹത്തെ, അതുപോലെ തന്നെ നാട്ടിലെ അബ്ദുറഹീം സഹായ സമിതി ട്രസ്റ്റ് കമ്മിറ്റിയുണ്ട്, അവർ പ്രാദേശിക കമ്മിറ്റിയുണ്ട്, ഇവരെല്ലാവരും കൂടി റിയാദിലെ നിയമസഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഈ ഒരു മുന്നേറ്റം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മുന്നേറ്റമാണ്. ഇതിൽ സഹകരിച്ചവരെ നമുക്കൊക്കെ അറിയാമല്ലോ. ഇത്രയും 35 കോടിയോളം രൂപയാണ്, 15 മില്യൺ റിയാലിന് തുല്യമായ തുകയാണ് നമ്മൾ ഇന്ത്യൻ എംബസി വഴി വളരെ ഒഫീഷ്യലായി അവിടെ കൈമാറി സൗദി കുടുംബത്തിന് കോടതി വഴി കൈമാറിയത്. അത് പ്രൈവറ്റ് റൈറ്റ്സിലായിരുന്നു. ഇപ്പോൾ പബ്ലിക് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് 20 വർഷത്തെ ശിക്ഷാ കാലാവധി ഉണ്ടായത്. അതാണ് കഴിഞ്ഞ ദുൽഹജ്ജ് 3-ന് പൂർത്തിയായതും പിന്നീട് നമ്മൾ ജയിൽ മോചനത്തിലുള്ള നടപടികൾ ആരംഭിച്ചത്. ഏതായാലും റിയാദ് നിയമസഹായ സമിതി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഈ നാട്ടിലെത്തിക്കുന്നത് വരെ അക്ഷീണം എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മാസങ്ങൾ നീണ്ടൊരു പോരാട്ടം ഇതിന് പിന്നിലുണ്ട്. റഹീം മോചിതനാകുമ്പോൾ ആ പോരാട്ടത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എത്രത്തോളം കഠിനമായിരുന്നത്? മാസങ്ങളല്ല, വർഷങ്ങൾ. ഇപ്പോൾ 20 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 17 വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ പുറത്തറിഞ്ഞിരുന്നില്ലല്ലോ. അതെ. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗൾഫ് മാധ്യമത്തിൻ്റെ ലേഖകൻ നജീം കൊച്ചുകലുങ്ക്, അതുപോലെ തന്നെ ഭീഷണത്തിൻ്റെ ലേഖകൻ ഷക്കീബ് കൊളക്കാടൻ എന്നിവർ വളരെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോഴാണ് ഇങ്ങനെ 2 മലയാളികൾ ജയിലിലുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെയാണ് നമ്മളിത് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതും. കോഴിക്കോട് ജില്ലക്കാരാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വീട്ടിലും അങ്ങനെയുള്ള ഒരു വിവരം കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അന്വേഷണത്തിൽ അത് വ്യക്തമായി ഇവരാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പ് ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അബ്ദുൽ നസീർ 10 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് അബ്ദുറഹീമിൻ്റെ കാലാവധി 20 വർഷമായിരുന്നു. ആ 20 വർഷം പൂർത്തിയായി വരികയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട്. മലയാളി സമൂഹത്തെ ഈ ഒരു കാര്യം പറഞ്ഞ് റിയാദിലെ മലയാളികൾക്കിടയിൽ നമ്മൾ അവിടെയുള്ള കമ്മ്യൂണിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ സംഘടനകളുടെ ഭാരവാഹികളെയൊക്കെ വിളിച്ചു ചേർത്ത ഒരു വല്ലാത്ത ഒരു ആനന്ദകരമായ നിമിഷമുണ്ട്. നമ്മളിങ്ങനെ ഒരു പദ്ധതി അങ്ങ് മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ എല്ലാറ്റിനും ഞങ്ങൾ ഒറ്റക്കെട്ടായി പിന്നിലുണ്ട് എന്ന് പറഞ്ഞ ആ നിമിഷം സത്യത്തിൽ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ്. കാരണം ഇതൊരു ചെറിയ തുകയല്ല. 15 മില്യൺ എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. അത് നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക്
പ്രതീക്ഷയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ ഇവിടെ നമ്മുടെ PMA അസോസിയേഷൻ്റെ ഉടമ കൂടിയായ മിഷൻ നമ്മുടെ ഇപ്പോൾ തിരുവല്ലങ്ങാടി MLA PMA സമീറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ വഴി നമ്മൾ ആളുകളെ സമീപിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി നാട്ടിൽ സർവകക്ഷി സമിതിയുടെ മേൽനോട്ടത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അബ്ദുറഹീം നിയമസഹായ ട്രസ്റ്റ് എന്നായിരുന്നു സമിതിയുടെ പേര്. അതിൽ മിസ്റ്റർ സുരേഷ് ചെയർമാനും ആലിക്കുട്ടി മാഷർ ജനറൽ കൺവീനറും മിസ്റ്റർ ഗിരീഷ് ട്രഷററുമായിട്ടുള്ള സർവകക്ഷി സമിതി. അതേപോലെ തന്നെ സർവകക്ഷിയാണ് റിയാദിലും വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ. KMCCയുടെ പ്രസിഡന്റ് CP മുസ്തഫ ചെയർമാനും OICCയുടെ അന്നത്തെ പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചേരി ജനറൽ കൺവീനറും കേളിയുടെ CPMൻ്റെ കേളിയുടെ പ്രസിഡന്റ് മിസ്റ്റർ സെബിൻ ഇക്ബാൽ ട്രഷററുമായിട്ടുള്ള അർഷദ് ഫറൂഖ് കോർഡിനേറ്ററായിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ കോർഡിനേഷൻ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അങ്ങനെ റിയാദിലെ ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥനുണ്ട് യൂസഫ് കാക്കഞ്ചേരി. അദ്ദേഹം ഇന്ന് റിട്ടയർ ചെയ്തിപ്പോൾ നാട്ടിലാണുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള നമുക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകിയത്. എല്ലാ രീതിയിലും എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങളെ അവരെ ബോധ്യപ്പെടുത്തി. റഹീമിൻ്റെ ഓരോ സിറ്റിങ്ങിലും അദ്ദേഹവും ഞാനുമായിരുന്നു പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത്. 20 വർഷത്തിനിടെ ഒരുപാട് സിറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടില്ല. എത്ര സിറ്റിങ്ങുകളെന്ന് കൃത്യമായി പറയാനൊക്കില്ല. യൂസഫ് കാക്കഞ്ചേരി അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നെ പുറത്തിറക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വളരെ ശ്രമകരമായൊരു പോരാട്ടം, വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു ദാരുണ സംഭവം എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാ ആളുകളും നമ്മളാ പറഞ്ഞ നമ്മുടെ അപേക്ഷ സ്വീകരിക്കുകയും അന്ന് ഈ 2024 നമ്മൾ ഫണ്ട് റൈസിങ് തുടങ്ങുന്നത്. അന്നത്തെ റമദാൻ മാസത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ മുഴുവൻ ഇവിടെയുള്ള എല്ലാ മതപണ്ഡിതന്മാരും ഇതിനുള്ള അപേക്ഷ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ഉന്നതരായ എല്ലാ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും, ഒപ്പം തന്നെ നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി, പ്രാദേശിക കമ്മിറ്റി, റഹീമിൻ്റെ കുടുംബം, റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണീരിനാണ് സത്യത്തിൽ പൊതുസമൂഹം വില നൽകിയത്. ആ കണ്ണീരിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കഴിഞ്ഞ 2024 ഏപ്രിൽ 15 നമ്മൾ ഈ ഫണ്ട് അവർക്ക് കൈമാറണം, ഈ 15 മില്യൺ റിയാൽ. പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഏപ്രിൽ 1 വരെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അത്ര നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഫണ്ട് മുന്നോട്ട് പോയിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരും ഇതിൻ്റെ പ്രചരണവുമായി തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഒരു യാത്ര നടത്താൻ കഴിഞ്ഞു. അത് അദ്ദേഹം അവിടെ വെച്ച് അവസാനിപ്പിച്ചെങ്കിലും ആ ഒരു പ്രചരണത്തിൻ്റെ ഓളങ്ങളും നമ്മുടെ ഈ ഒരു മുന്നേറ്റത്തിന് നമുക്ക് ഫണ്ട് റൈസിങ്ങിന് നന്നായി കാരണമായി. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് 35 മില്യൺ ആണെങ്കിൽ 35 കോടിയാണെങ്കിൽ നമുക്ക് ആ ട്രസ്റ്റ് കമ്മിറ്റിയിലേക്ക് ലഭിച്ചത് 47 കോടിയോളം രൂപ അതിലേക്ക് ലോക മലയാളി സമൂഹം നൽകി. ഇത്രയും ഒരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒരു റിയൽ സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് ലോക മലയാളികൾ കൈകോർത്ത ഇത്രയും വലിയൊരു സംഭവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു അണിയറ പ്രവർത്തനങ്ങളിൽ ഒരാളാകാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് മീഡിയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരുടെ ഒരു വല്ലാത്ത ഈ ഒരു വിഷയവുമായി സമീപിക്കുമ്പോഴൊക്കെ അവരുടെ വളരെ ആത്മാർത്ഥമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ടായി. കൃത്യമായ വിവരങ്ങൾ മാത്രമേ അവർ പൊതുസമൂഹത്തിനിടയിൽ എത്തിച്ചുള്ളൂ. അതിന് വേണ്ടി മീഡിയ പ്രവർത്തകരോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന എല്ലാ ആളുകളും ഇതിനു വേണ്ടി സെപ്പറേറ്റായി അവരുടെ പങ്കാളിത്തം കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് നമ്മോടൊപ്പം മുന്നിൽ നിന്നും അത് വളരെ ഒരു ആവേശകരമായൊരു സംഗതിയായി. എന്തായാലും ഒരു പൊതുസമൂഹത്തിൻ്റെ എല്ലാവരെയും ആരെയും പറയാൻ വിട്ടുപോകുമോ എന്നൊരു ഭയപ്പാടുണ്ട്. എല്ലാ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഈ ഒരു സഹോദരനെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു യത്നം ഏറ്റെടുത്തതിൽ കേരളം അതൊരു റിയൽ സ്റ്റോറി അവിടെ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അതിന് ഒരാളാവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
എന്തായാലും ഇത്രകാലം നീണ്ട ഒരു പോരാട്ടത്തിന്റെ അവസാനം വിജയം കാണുകയാണ്. റഹീം ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഉമ്മയോടൊപ്പം റഹീമും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നിയമസഹായ സമിതി ആയാലും അതോടൊപ്പം തന്നെ റഹീം സഹായ സംരക്ഷണ സമിതി ആയപ്പോൾ ഉള്ളത്. ക്യാമറാമാൻ മനീഷ് പെരുമണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.